കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു, ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ച് കേട്ട 2 വായനകളുടെയും വെളിച്ചത്തിൽ അതിൻ്റെ കാതലായ സന്ദേശം ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തികൾക്കുമനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള സന്ദേശമാണ്. ആദ്യ വായനയിൽ നമ്മൾ കണ്ടു ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്നാണ് പറയുന്നത്. അവൻ്റെ ഇലകളെന്നും പച്ചയാണ്, അവനെന്നും പ്രത്യാശയുണ്ട്. അവന് വേനൽക്കാലത്തെ കുഴപ്പമില്ല, ദുരിതകാലം കുഴപ്പമില്ല, സഹനകാലം കുഴപ്പമില്ല, രോഗം കുഴപ്പമില്ല, ഈ ലോകം വെച്ച് നീട്ടുന്ന പ്രശ്നങ്ങളൊന്നും അവന് കുഴപ്പമില്ല. കാരണം അവൻ്റെ ആശ്രയത്വം ദൈവത്തിലാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സമ്പത്തിൽ ആശ്രയിച്ചൊരുവനെ നമ്മൾ കാണുകയാണ്. അവൻ്റെ പടിവാതിക്കലാണെങ്കിൽ ദൈവം മാത്രം ആശ്രയമായുള്ള ഒരു മനുഷ്യൻ. ലാസറസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗോഡ് ഈസ് അവർ ഹെൽപ്പ് എന്നുള്ളതാണ്. ദൈവം സഹായകൻ എന്ന അർത്ഥമാണ്. അപ്പോൾ ലാസർ നിശ്ചയമായ ദൈവത്തിൻ്റെ സഹായം മാത്രം തേടി ജീവിച്ചൊരു മനുഷ്യനാണ്. ധനവാനൊരു പ്രശ്നം ധനവാന്റെ സമ്പന്നതയല്ല, അവൻ സമ്പന്നനായതുകൊണ്ട് നരകത്തിൽ പോയതല്ല, മറിച്ച് അവൻ്റെ സമ്പന്നതയിൽ ദരിദ്രനെ അവൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് കൊണ്ടാണ്. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഉപേക്ഷയാലുള്ള പാപമാണ് യഥാർത്ഥത്തിൽ
ഈ പറയുന്ന ലാസറിന് പറ്റിയ പാപം. തൻ്റെ പടിവാതിക്കൽ കിടക്കുക. നമ്മുടെ പടിവാതിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം തന്നെ എത്രയോ വട്ടം കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെയൊക്കെ ഭവനത്തിൻ്റെ പടിവാതിക്കൽ നമ്മൾ നിശ്ചയമായിട്ടും ഒരു ദിവസം നമ്മൾ പോലും അറിയാതെ എത്രയോ തവണ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട്. അത്രയും തവണ കയറി ഇറങ്ങിയിട്ടും ആ പടിവാതിക്കൽ കിടന്ന വേദനിച്ചും രോഗാതുരമായ ശരീരത്തോടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി തൻ്റെ മുമ്പിൽ കടന്നിരുന്ന, പടിവാതിക്കൽ കടന്നിരുന്ന ഒരുവനെ ഈ പറയുന്ന ധനവാൻ കാണാതെ പോയി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പാപം. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവൻ വിസമ്മതിച്ചപ്പോൾ മരണാനന്തര ജീവിതത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാണ്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ ദാഹിക്കുക. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ലാസറിന് അബ്രാഹത്തിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ധനവാൻ പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ, ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാൻ ഒന്ന് ഇങ്ങോട്ട് വിടാവോ എന്ന് അത്രേ ചോദിച്ചുള്ളൂ. അപ്പം അതിന് അബ്രാഹാം പറയുന്ന മറുപടി എന്നറിയോ, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു ഗർത്തം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് മരണത്തിന് മുമ്പ് പലത് സാധ്യമായിരുന്നു, മരണത്തിന് ശേഷം പലത് സാധ്യമല്ല. ജീവിച്ചിരുന്ന കാലത്ത് പലത് സാധ്യമായിരുന്നു. ഈ ഗർത്തം ഇല്ലാതാക്കാനും ഗർത്തത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പലത് സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. മരിച്ചതിന് ശേഷം ക്ഷമിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോഴേ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാനും അധ്വാനിക്കാനും പറ്റൂ. മരണത്തിന് ശേഷം അത് സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാനും നമുക്ക് പറ്റും. മരണത്തിന് ശേഷം അത് സാധ്യമല്ല. അനുതാപം പോലും മരണത്തിന് ശേഷം സാധ്യമല്ല. ഈ ഒരു അവസ്ഥയിൽ ധനവാൻ നിൽക്കുകയാണ്. ഇനി അനുദപിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. അവിടെയാണ് അബ്രാഹാം പറയുന്നത്, ഒരു ഗർത്തം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി പലത് സാധ്യമല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ധനവാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതെ, ഞാൻ കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എൻ്റെ സഹോദരങ്ങൾ വരരുത്. അവർ ഭൂമിയിലാണ് ഇപ്പോഴും. അവരിപ്പോഴും കടന്നു പോകുന്ന അവസ്ഥ ഞാൻ പോയ അവസ്ഥയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കിടക്കുന്ന ഈ അവസ്ഥയിൽ വരാതിരിക്കാൻ ലാസറിനെ ഒന്ന് പറഞ്ഞയക്കാവോ എന്ന് ചോദിക്കുന്നത്. അതിന് കാരണം പറയുന്നത്, മരിച്ച ഒരുവൻ ജീവനോടെ ചെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ വിശ്വസിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വസിക്കുന്നവരില്ല. പക്ഷേ മരിച്ച ഒരാൾ ചെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും, അല്ലേ, നമ്മളാണെങ്കിലും ഇന്നലകളിൽ നമ്മൾ അടക്കം ചെയ്ത ഒരാൾ ഇന്ന് ജീവനോടെ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്നില്ലെങ്കിൽ നമ്മൾ പേടിച്ച് അപ്പം തന്നെ താഴെ പോവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അതിനകത്തൊരു സംശയമില്ല, അല്ലേ. അപ്പം മരിച്ചൊരുവൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നതാണ് ഈ ധനവാൻ പറയുന്നത്. അതിന് അബ്രാഹാം കൊടുക്കുന്ന മറുപടി സുന്ദരമായൊരു മറുപടിയാണ്. അവർക്ക് നിയമജ്ഞരും പ്രവാചകന്മാരും പുരോഹിതരൊക്കെ ഉണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വരാനിരിക്കുന്നൊരു ജീവിതമുണ്ടെന്നും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ദൈവം പ്രതിഫലം തരുമെന്നും ഒക്കെ പറയാനും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും അവർക്ക് നിയമജ്ഞരും ഫരിസേയരൊക്കെ ഉണ്ടല്ലോ. അവർ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ ഇനി മരിച്ചതിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വന്നെന്ന് പറഞ്ഞാലും ഇവന്മാർ കേൾക്കാൻ പോകുന്നില്ല. സത്യമാണ്. നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനും കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനും നിരവധിയായ സാഹചര്യങ്ങൾ, നിരന്തരമായ സാധ്യതകൾ ഈ ലോക ജീവിതത്തിൽ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം പലതും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവികമായ വഴികളിലൂടെയും ദൈവസ്നേഹത്തിൻ്റെ വഴികളിലൂടെയൊക്കെ നടക്കാൻ കർത്താവ് നമ്മെ പല രീതിയിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പല അനുഭവങ്ങളിലൂടെ പോലും ദൈവസ്നേഹത്തിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. ഇതിലൂടെ ഒന്നും നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ ആശ്രയത്വം കർത്താവിൽ കൊടുത്ത് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ഇനി മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പോലും നമ്മൾ ജീവിതം മാറാൻ പോകുന്നില്ല. കർത്താവിൻ്റെ വചനം നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി തരുന്ന ഏറ്റവും കാതലായ സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ചെയ്യേണ്ട നന്മ എന്തെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാലും ഇതിനൊക്കെ പ്രതിഫലം സ്വീകരിക്കാൻ ഒരിക്കൽ അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ
ആര് തന്നെയായാലും വരണം. അത് നമുക്ക് ഒഴികഴിവില്ലാത്ത അവസ്ഥയാണ്. മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണാനന്തരം അവനെ കണ്ടുമുട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കും എന്നുള്ളതും നിത്യസത്യമാണ്, വചനത്തിൻ്റെ സത്യമാണ്. ഈ സത്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇന്നിൻ്റെ ഓരോ പ്രവൃത്തികൾക്കും നിത്യജീവനുമായി, നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധമുണ്ട് എന്നുള്ള ആലോചനയോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.